മലയാള ചലച്ചിത്രം. ജയൻ എപ്പോഴും പറയാൻ ഏറ്റവും ഇഷ്ടമുള്ള പേരിൽ നിന്ന് തന്നെ നമുക്ക് ഇന്നത്തെ സമാഗമം തുടങ്ങാം. ഭരതേട്ടൻ. ഈ ഭരതേട്ടൻ്റെ ശിഷ്യനായത് എങ്ങനെയാണ്? അത് അങ്ങനെ വന്ന് സംഭവിച്ചതാണോ, അതോ നേരത്തെ ഒരുപാട് മോഹിച്ചിരുന്നോ ഭരതേട്ടൻ്റെ കൂടെ സംവിധാന സഹായിയായി വരണമെന്ന്? എനിക്ക് തോന്നുന്നത് അതൊരു യാദൃച്ഛികമാണ്. കാരണം ഞാൻ ഫാസിലിൻ്റെ അടുത്താണ് ആദ്യം സിനിമ പഠിക്കാൻ വേണ്ടി ചെല്ലുന്നത്. അത് നോക്കത്താ ദൂരത്ത് കണ്ണു നട്ടുന്ന സിനിമയുടെ അതൊരു സെൻസേഷനായി നിൽക്കുന്നൊരു കാലത്ത് എനിക്ക് തോന്നുന്നു കോട്ടയത്ത് രാവിലെ ബോട്ടിന് ഏർലി മോർണിംഗ് അത് കാണാൻ വേണ്ടി പോകുന്നൊരു യാത്ര എന്നെ ഒരിക്കലും മറക്കാത്തൊരു യാത്ര. കാരണം വീട്ടിൽ പറയാതെ, കാരണം പഠിച്ചിരുന്നത് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഇത് പോകുന്നത് വീട്ടിലറിയാതെ ഞാൻ പോവുകയാണ്. തലേന്ന് പതുക്കെ വിളിച്ച് ഒരു അപ്പോയിൻമെൻ്റ് എടുത്തു, ഒരു കഥ പറയാനുണ്ട്. അപ്പോൾ ഈ പ്രഭാതത്തിലുള്ള യാത്രയിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട് മനസ്സിൽ. അന്ന് അവിടെ ആ വാതിൽ അടയുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും സിനിമയിൽ വരില്ല. പക്ഷെ അങ്ങനെ സക്രിയ ബസാറിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പം ഞാൻ എന്നും മനസ്സ് സൂക്ഷിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഒരു പുതിയ ഒരവസരം തേടി വരുന്ന ഒരാളോട് അദ്ദേഹം റിയാക്ട് ചെയ്ത രീതി, ഫാസിൽ വന്ന് ഇരുത്തി, നമ്മളെ കഥ അത്ര നല്ലൊരു കഥയൊന്നും ആയിരുന്നില്ല എനിക്കറിയാം, പിന്നീട് നമുക്കത് മനസ്സിലായി. പക്ഷേ അത് അദ്ദേഹം ചായ തന്ന് സമയം ഒരുപാട് സ്പെൻഡ് ചെയ്തു. ഒരു അവസരം ചോദിച്ചു വന്ന ഒരാളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ എങ്ങനെ വന്നു എന്നുള്ളതും അദ്ദേഹം മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എഴുതിയത് എങ്ങനെയെന്നും എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തന്ന് എന്നെ അവിടുന്ന് പറഞ്ഞു വിടുമായിരുന്നു. അപ്പോൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ദാരുസലാമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചു, ഞാൻ സിനിമാ സംവിധാനം പഠിക്കും, എൻ്റെ മേഖല സിനിമയാണെന്ന്. കാരണം ആ ഒരു അദ്ദേഹം തന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്ക് നിൽക്കാൻ കഴിയില്ലായിരുന്നു ആ സമയത്ത്. അന്ന് എനിക്ക് തോന്നുന്നു ആ സമയത്താണ് സിദ്ദിഖ് ലാൽ അവരുടെ നോക്കത്താ ദൂരത്ത് ആ പടത്തിലാണ് ആദ്യമായിട്ട്. അപ്പോൾ അവർ പുതിയതായിട്ടുള്ളത് കൊണ്ട് പുതിയൊരാളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഇതില്ല, സ്പേസ് ഇല്ല. അങ്ങനെയാണ് പിന്നെ പിന്നീടുള്ള മദ്രാസ് യാത്രയിൽ ഇത് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഇങ്ങനൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായെന്നും വീട്ടുകാരത് അറിയുകയും അത് പഠിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തപ്പം ഞാൻ അവിടുന്ന് രക്ഷപ്പെടണം. അങ്ങനെ മദ്രാസിലേക്ക് രക്ഷപ്പെടുമായിരുന്നു. അപ്പോൾ എനിക്കറിയാം എൻ്റെ ചേച്ചി മദ്രാസിലുണ്ട്. അപ്പോൾ ചേച്ചി ലളിത ചേച്ചിയോട് വളരെ അടുത്ത് പരിചയമുണ്ടെന്നറിയാം. അപ്പോൾ ചേച്ചി മുഖേന ലളിത ചേച്ചി എന്ന് പരിചയപ്പെട്ടു. ലളിത ചേച്ചിയിലൂടെ ഭരതേട്ടനെ എന്ന് പരിചയപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. സിനിമാ സംവിധാനം പഠിക്കണം എന്നുള്ള ആഗ്രഹം അന്നും ഭരതേട്ടനും പറഞ്ഞു, എന്തിനാ വെറുതെ നാട്ടിൽ പോയി ഇതൊക്കെ പഠിച്ചല്ലേ, എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചല്ലേ, പിന്നെ അത് ചെയ്താൽ പോരെ, എന്തിനാ, എനിക്ക് നിൽക്കണം എന്നുള്ള ആഗ്രഹം പറയുകയും പിന്നെ ഒരു വർഷം ഞാൻ അവിടെ മദ്രാസിൽ വെയിറ്റ് ചെയ്തു. അത് സിനിമ ഷൂട്ടിങ് കാണുകയും എല്ലാ ഫ്ലോറിലും നടന്ന് ഇത് പഠിച്ചേ അടങ്ങുമെന്നുള്ളൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതാണ് ഇപ്പോഴത്തെ തലമുറയിലും പലപ്പോഴും മിസ് ചെയ്യുന്നൊരു സാധനം. നമ്മൾ എങ്ങനെയെങ്കിലും സംവിധാനം പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി മദ്രാസിൻ്റെ ചൂടും അവിടെയുള്ള ഫിലിം മേക്കിങ്ങിൻ്റെ എല്ലാ രീതിയിലൂടെ നമ്മൾ കയറി ഇറങ്ങുകയാണ്. എല്ലാ അനുഭവങ്ങളാണ് അവിടെ കാണുന്നവരെല്ലാം സിനിമയുടെ ഒരുപാട് അനുഭവങ്ങൾ പേറുന്നവരാണ്. അപ്പം അങ്ങനെയാണ് ഭരതേട്ടനിലേക്ക് എത്തുന്നത്.